friends, welcome to our channel Valor of NCC. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ABC ലെവൽ എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ ടോപ്പിക്സും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ പറയുന്നില്ല. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, ഓരോ ടോപ്പിക്കിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ചാനലിൽ. അപ്പൊ നിങ്ങൾ അത് പോയിട്ട് കാണുക. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മളിത് വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡ്രില്ലാണ്. ഡ്രില്ലിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിശ്രാം പൊസിഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോ ടു ടോ ഈസ്. വിശ്രാം പൊസിഷനിൽ നമ്മുടെ ടോ ടു ടോ ഡിസ്റ്റൻസ് എത്രയാണെന്ന്. ആൻസർ 18 inches. Answer 18 inches. The word of command without moving the feet, relax the limbs, body and head is. Answer Aram se. Okay, next question. The maximum steps allowed in sideways are. Answer 6 steps. The maximum steps allowed in sideways are 6 steps. Okay, next any short answers ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എയിംസ് ഓഫ് ഫുഡ് ഡ്രിൽ? ഫുഡ് ഡ്രില്ലിൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന്. ആൻസർ, ടു ഇൻകൾക്കേറ്റ് ഡിസിപ്ലിൻ, ഇംപ്രൂവ് ബെയറിംഗ്, സ്മാർട്ട്നെസ് ഇൻ അപ്പിയറൻസ് ആൻഡ് ടേൺ ഔട്ട്, ക്രിയേറ്റ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ടു ഡെവലപ്പ് ദ ക്വാളിറ്റി ഓഫ് ഇമ്മീഡിയറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ടു ഓർഡേഴ്സ്. അതായത് നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ആയിരിക്കാനും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാനായിട്ടും നമുക്ക് കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ടാക്കാനും ഓരോ ഓർഡേഴ്സിനെ നമുക്ക് ഒബേ ചെയ്യാനും ഒക്കെ ആയിട്ട് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഫുഡ് ഡ്രില്ലിൻ്റെ എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വെപ്പൺ ട്രെയിനിങ് ആണ്. ഈ ഭാഗത്ത് നമുക്ക് 35 മാർക്സ് 35 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Rectification of all defects in rifle is called. Answer, zeroing of rifle. Okay, next question. The flags that are used to give warning that the firing range is in use. Answer, red flags. Red flags ആണ് ഉപയോഗിക്കുന്നത്. Okay. Next question. Length of .22 rifle is. .22 rifle in the length 45 inches. Answer 45 inches. Okay, next abbreviations ആണ്, അതായത് ഷോർട്ട് ഫോംസ്. ഓക്കെ, ഫസ്റ്റ് HAT, അതിൻ്റെ ഫുൾ ഫോം ഗുഡ് ഹോൾഡിംഗ്, ഗുഡ് എയിമിംഗ്, ഗുഡ് ഓപ്പറേഷൻ. ഗുഡ് ഹോൾഡിംഗ്, ഗുഡ് എയിമിംഗ്, ഗുഡ് ഓപ്പറേഷൻ. SLR, സെൽഫ് ലോഡിംഗ് റൈഫിൾ. യെസ്, സെൽഫ് ലോഡിംഗ് ആർ റൈഫിൾ, സെൽഫ് ലോഡിംഗ് റൈഫിൾ. Next, MPI, mean point of impact. Mean point of impact. LMG, light machine gun. LMG means light machine gun. ഓക്കെ, ഞാൻ പിന്നെ പ്രത്യേക ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ ഇതിൽ നമ്മൾ സ്ക്രീനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കി എടുത്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 വാക്യത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 10 പാർട്സ് ഓഫ് .22 റൈഫിൾ. .22 റൈഫിളിൻ്റെ 10 പാർട്സ് എഴുതാൻ. അപ്പോൾ ആൻസർ, ബാരൽ, ഫോർസൈറ്റ്, ഔട്ടർ ബാൻഡ്, അപ്പർ സ്ലിംഗ് കാരിയർ, ട്രിഗർ, ട്രിഗർ ഗാർഡ്, ബാക്ക് സൈഡ് അസംബ്ലി, മാക്സിൻ, ബട്ട് പ്ലേറ്റ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 തവണ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലിത് പതിയാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മിസലേനിയസ് ആണ്. അതെന്ന് പറയുന്നത് NCCയുടെ തന്നെ എക്സ്ട്രാ ടോപ്പിക്സ് ആണ്. ഇതിലായിട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്, മിലിറ്ററി ഹിസ്റ്ററി വരുന്നുണ്ട്, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് അവർ ഡിഫൻസ് മിനിസ്റ്റർ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാംസിനും നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ആൻസർ, രാജ്നാഥ് സിംഗ്. മറക്കരുത്, രാജ്നാഥ് സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, YEP മീൻസ്. YEP മീൻസ്
യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം. യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ ആണ്. ഈ ഭാഗത്ത് നിന്ന് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ യൂത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ജാനുവരി 12. ജനുവരി 12-നാണ് നാഷണൽ യൂത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിഹു ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് വിച്ച് സ്റ്റേറ്റ്. ഏത് സംസ്ഥാനത്തിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ബിഹു? ആൻസർ ആസാം. Then the birth of Gautama Buddha is celebrated as Buddha Purnima. Okay, then next question, Sri Meenakshi Amman temple is situated in. Sri Meenakshi Amman temple സ്ഥിതി ചെയ്യുന്നത് എവിടെ? മധുരൈ. Okay, next, our national anthem was composed by Rabindranath Tagore. ഈ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളാണ്, നമുക്കെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസും ആണ്. Okay, then next question, architect of Indian Constitution, Dr. B.R. Ambedkar. Okay, Quit India movement was in ഇയറും മന്തും വേണം. അപ്പം 1942 ഓഗസ്റ്റ്. 1942 ഓഗസ്റ്റ്. ഓക്കെ, ഇതൊന്നും നമ്മൾ മറക്കാനേ പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. അവിടെ നിന്ന് നമുക്ക് 65 മാർക്സ് 65 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം ശ്രദ്ധിച്ച് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓർ ഷേപ്പിംഗ് പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടുമുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ ഹെറിഡിറ്റി, സെൽഫ് ഡെവലപ്മെൻറ്റ്, എൻവയൺമെൻറ്റ്, എഡ്യൂക്കേഷൻ, ലൈഫ് സ്റ്റാറ്റസ്. അതായത് ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കും, നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കും. പിന്നെ സെൽഫ് ഡെവലപ്മെൻറ്റ്, എൻവയൺമെൻറ്റ്, നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ആ പരിസ്ഥിതി നമ്മളുടെ വ്യക്തിത്വത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ എഡ്യൂക്കേഷൻ നല്ലൊരു പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നതിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. ദെൻ ലൈഫ് സിറ്റുവേഷൻസ്, അതായത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടൈം മാനേജ്മെൻറ്റ്, ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് യു. ടൈം മാനേജ്മെൻറ്റ് എന്താണ്, അത് നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ആൻസർ, ടൈം മാനേജ്മെൻറ്റ് ഈസ് എ സെറ്റ് ഓഫ് സ്കിൽസ്, ടൂൾസ് ആൻഡ് സിസ്റ്റംസ് that work together to help you get more value out of your time and use it to accomplish what you want. Time management helps in the following: A. Reduce wasted time and efforts. B. Improve productivity. C. Focus on time and energy. D. Improve performance. E. Reduce stress. And last one, set and achieve long-term goals. Okay, next, name any 10 important leadership qualities. Answer, alertness, bearing, courage, dependability, integrity, judgment, justice, knowledge, loyalty, sense of humor. ഞാനൊരു പഠിക്കാൻ എളുപ്പമുള്ള 10 പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന എളുപ്പമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് പഠിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഇവിടെ നിന്ന് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഷോർട്ട് ഫോംസ് ആണ്. ഒന്നാമത്തേത് NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. NDMA മീൻസ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. NDRF, National Disaster Response Force. National Disaster Response Force. NEC, National Executive Committee. National Executive Committee. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി 5 man-made disasters. മാൻമെയ്ഡ് ആയിട്ടുള്ള 5 ഡിസാസ്റ്ററുകളുടെ പേര് എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളതും ഓർക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആക്സിഡൻസ്,
road, rail, air or building. Then forest fire, contamination, terrorist activities, ecological. അപ്പോൾ ഈ 5 മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 5 ഇഫക്ട്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ആൻസർ, എക്സസീവ് ലോസ് ഓഫ് ലൈഫ് ഓർ ഇഞ്ചുറീസ് ടു പീപ്പിൾ. അതായത് ജീവൻ നഷ്ടപ്പെടാനും പിന്നെ കാര്യമായിട്ടുള്ള ക്ഷതങ്ങൾ ഏൽക്കാനുമുള്ള സാധ്യതയുണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഓർ കൊളാപ്സിങ് ഓഫ് ഹൗസസ് ഓർ ബിൽഡിങ്സ് ഇൻ വില്ലേജസ് ഓർ ടൗൺസ്. വീടുകളും കെട്ടിടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നശിക്കാനുള്ള സാധ്യതയുണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണം. അടുത്തതെന്ന് പറയുന്നത് സിവിയർ ഡാമേജ് ടു റോഡ് ഓർ റെയിൽ നെറ്റ്വർക്ക് ഇൻക്ലൂഡിങ് ഡാമേജ് ടു ബ്രിഡ്ജസ്. അതായത് നമ്മൾ ഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾക്കും റെയിൽവേസിനും അല്ലെങ്കിൽ പാലങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന പാലങ്ങൾ പോലും നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് ക്രോപ്പ് ഓർ ലീവ്ലിഹുഡ്. കൃഷി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നശിക്കാൻ, അതായത് നമ്മൾ ഉപജീവനത്തിനായിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് കൃഷി എന്ന് പറയുന്നത്, അതൊക്കെ നശിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ലോസ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് ആനിമൽസ്. നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോ എന്തായാലും അവയ്ക്കും ഇത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവയെയും അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക് സോഷ്യൽ സർവീസ് ആണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 10 ടൈപ്സ് ഓഫ് സോഷ്യൽ സർവീസസ്. ഏതെങ്കിലും 10 തരം സാമൂഹിക പ്രവർത്തനങ്ങൾ എഴുതുക. അപ്പോൾ ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ സഹായിക്കുക, അതൊക്കെ സോഷ്യൽ സർവീസിൽ പെടുന്നതാണ്. ഫാമിലി വെൽഫെയർ, മെഡിക്കൽ കെയർ, ഫാമിലി പ്ലാനിങ് ആൻഡ് ന്യൂട്രീഷൻ. നമ്മൾ കുടുംബങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ചെയ്യുന്ന, അവരുടെ ആരോഗ്യത്തിനും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ സർവീസിൽ പെടുന്നതാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് വാട്ടർ ആൻഡ് കുക്കിംഗ് ഫ്യൂവൽ, റോഡ്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് സാനിറ്റൈസേഷൻ. നെക്സ്റ്റ്, ഓൾഡ് ഏജ് സപ്പോർട്ട് സിസ്റ്റംസ്. ദെൻ എംപ്ലോയ്മെൻറ്റ്, social assistance, social security, care and protection, housing and rehabilitation, recreation, sports and social activities. ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന കുറച്ച് സോഷ്യൽ സർവീസസ്. ഇതിനൊക്കെ ആൻസർ നമുക്ക് തന്നെ എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. പിന്നെ സ്വച്ഛ് ഭാരത് അഭിയാനെക്കുറിച്ചൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജനറലായിട്ടൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേരിയസ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. സാംക്രമിക രോഗങ്ങൾ, വിവിധ തരം സാംക്രമിക രോഗങ്ങൾ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, എക്സ്ക്രിമെൻ്റൽ ഡിസീസസ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ്, കോൺടാക്ട് ഡിസീസസ്, ഇൻസെക്ട് ബോൺ ഡിസീസസ്, ആനിമൽ ബോൺ ഡിസീസസ്, വാട്ടർ ബോൺ ഡിസീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the methods of purification of water? Answer, boiling and distilling, chlorination, precipitation. Okay, third question, what is meant by sanitation? Sanitation is the art of keeping ourselves and surrounding neat and clean. Sanitation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെയും നമ്മളുടെ ചുറ്റുമുള്ളതിനെയും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനെയാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വഞ്ചർ ട്രെയിനിങ് ആണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എയിംസ് ഓഫ് അഡ്വഞ്ചർ ട്രെയിനിങ്. അഡ്വഞ്ചർ ട്രെയിനിങ്ങിൻ്റെ എയിംസ് എന്തൊക്കെയാണ്? ആൻസർ, ഫസ്റ്റ് വൺ, ടു മേക്ക് ദ കേഡറ്റ് കോൺഫിഡൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി. കേഡറ്റിനെ ഫിസിക്കലിയും മെൻ്റലിയും കോൺഫിഡൻറ്റും ഡിസിപ്ലിൻഡും ആക്കുക എന്നുള്ളതാണ് അഡ്വഞ്ചർ ട്രെയിനിങ്ങിൻ്റെ ഒരു എയിം. നെക്സ്റ്റ്, ടു ഡെവലപ്പ് ടീം സ്പിരിറ്റ് ആൻഡ് കോഓപ്പറേഷൻ എമംഗ് ദ കേഡറ്റ്സ്. കേഡറ്റുകൾ തമ്മിൽ ഒരു സഹകരണ മനോഭാവവും ഒരു ടീം സ്പിരിറ്റും ഒക്കെ ഉണ്ടാവാനായിട്ട്
അഡ്വഞ്ചർ ട്രെയിനിങ് സഹായിക്കും. അടുത്തത് ടു ഡെവലപ്പ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ആൻഡ് ഫോർത്ത് വൺ ടു ഡെവലപ്പ് ദ എബിലിറ്റി ടു ടേക്ക് റിസ്ക് ഫോർ എ ഗിവൺ പർപ്പസ്. നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി റിസ്കുകൾ എടുക്കാനും എല്ലാത്തിനെയും നമുക്ക് ഫേസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് നമുക്ക് അഡ്വഞ്ചർ ട്രെയിനിങ്ങിലൂടെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം സം അഡ്വഞ്ചർ ട്രെയിനിങ് പ്രാക്ടീസ്ഡ് ഇൻ NCC. NCCയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് അഡ്വഞ്ചർ ട്രെയിനിങ്സിൻ്റെ പേര് പറയാം. ഫസ്റ്റ് വൺ റോക്ക് ക്ലൈംബിംഗ്, മൗണ്ടനറിങ്, ട്രക്കിംഗ്, സൈക്കിൾ എക്സ്പെഡീഷൻ എക്സെട്ര. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എയിം ഓഫ് ട്രക്കിംഗ് എക്സ്പെഡീഷൻ? ആൻസർ to develop self-confidence, to develop courage, to develop leadership qualities to the cadets, to develop spirit of adventure to the cadets. Next topic, environment and ecology. ഈ പോർഷനിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ്റെ പേരുകൾ എഴുതുക. ആൻസർ land pollution, water pollution, air pollution and noise pollution. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരുപാട് കൂട്ടിച്ചേർക്കാം. നമുക്ക് ഒത്തിരി പൊല്യൂഷൻസ് അറിയാം. അപ്പോൾ നമുക്കത് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഇക്കോസിസ്റ്റം? ആൻസർ ഇക്കോസിസ്റ്റം ഈസ് ദ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ദ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് നോൺ ലിവിങ് എൻവയൺമെൻറ്റ്, each influencing the properties of the other for sustaining life on earth. അടുത്ത ക്വസ്റ്റ്യൻ. What are the 3 causes of water pollution? Answer A. Discharge of domestic wastes, B. Discharge of industrial wastes and C. Discharge of agricultural wastes. നെക്സ്റ്റ് ടോപ്പിക്, ഒബ്സ്റ്റക്കിൾ ട്രെയിനിങ്. ഈ ഭാഗത്ത് നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എനി 5 ടൈപ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ആൻസർ സ്ട്രെയിറ്റ് ബാലൻസ്, ക്ലിയർ ജംപ്, സിക്സാഗ് ബാലൻസ്, റാം, ഹൈ വോൾ. ഇതിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് വേറെ നിങ്ങൾക്ക് മാറി പഠിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ സബ്ജക്ട്സ് ആണ്. ഈ സ്പെഷ്യൽ സബ്ജക്ട്സിൽ നിന്ന് നമുക്ക് 105 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ ആർമിഡ് ഫോഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ആർമിഡ് ഫോഴ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പാൻഷൻ ആണ്, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് ഫോംസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PVCയുടെ ഫുൾ ഫോം പരംവീർ ചക്ര. പരംവീർ ചക്ര ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പം ഓർത്തിരിക്കുക, PVC മീൻസ് പരംവീർ ചക്ര. IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ ഷോർട്ട് ഫോമാണ് IMA. ദെൻ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. DRDO മീൻസ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി. നാഷണൽ ഡിഫൻസ് അക്കാഡമി. SSB സർവീസ് സെലക്ഷൻ ബോർഡ്. സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഷോർട്ട് ഫോമാണ് SSB. ഓക്കെ, അടുത്ത പോർഷൻ എന്ന് പറയുന്നത് മാപ്പ് റീഡിംഗ് ആണ്. ഈ ഭാഗത്തുനിന്ന് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the geographical representation of land on a paper. The geographical representation of land on a paper is map. Second question, the proportion of 2 points on map and 2 points on the ground is. The proportion of 2 points on map and 2 points on ground is scale. Answer scale. Okay, അടുത്ത question, the angular difference between grid and true north. The angular difference between grid and true north is grid convergence. Answer ആണ് grid convergence. Okay, അടുത്ത question,
The map showing information regarding winds and atmospherical pressure. Answer: meteorological maps. അടുത്ത question. The difference between true north and magnetic north is called magnetic variation. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് ബാറ്റിൽ ക്രാഫ്റ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ഫീൽഡ് ക്രാഫ്റ്റ്? ആൻസർ: വിഷ്വൽ ട്രെയിനിങ്, recognition and description of targets, personal camouflage and concealment, judging distance, movement with and without arms, fire discipline and control. Okay, second question. What are the subjects included in battlecraft? Answer: field signals, section formations, fire control orders, fire and move, section battle drills. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളുടെ കാര്യമാണ് പറയുന്നത്. ഈ വർഷത്തെ എക്സാമിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1999 വാറും 1971 വാറും. ഈ 2 വാറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷത്തെ നമ്മുടെ ടോപ്പിക്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഈ ഭാഗം നന്നായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന 2 നല്ല വീഡിയോസ്, ഒരു 20 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ ഭാഗം മുഴുവൻ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന 2 വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ 2 വീഡിയോസും കാണുക. നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ എക്സാമിന് ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കമ്മ്യൂണിക്കേഷൻ? Answer: communication is the easy transmission of thoughts and ideas from one individual to another and vice versa. It is the reception and understanding of others' idea in the original form. Various forms of communications are sign, language, voice, written script, line transmission, radio wave, space wave, and highly complex digital communication. In modern battlefield, activities of the army have become very complex and require frequent communication between commanders and troops to achieve the desired results. Importance of communications is becoming a major ingredient of modern warfare. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. അത് നമ്മളുടെ വാറിൽ, അതായത് മിലിറ്ററിയിലും നമ്മളുടെ ആർമിയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മിലിറ്ററി ഹിസ്റ്ററിയാണ്. മിലിറ്ററി ഹിസ്റ്ററിയുടെ നിന്ന് നമുക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് മിലിറ്ററി ഹിസ്റ്ററി? ആൻസർ: ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഈസ് ലാർജ്ലി എ ഹിസ്റ്ററി ഓഫ് വാർഫെയർ. All civilizations have wars in their culture. From war arises greatest leaders in history. Study of military history affects the future of civilizations. Study of military history develops leadership qualities. Study of military history is a must for political and commanders. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫൻട്രി വെപ്പൺസ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലെങ്ത് ഓഫ് 5.56 mm ഇൻസാസ് റൈഫിൾ വിത്തൗട്ട് ബായനറ്റ് ഈസ്? ആൻസർ: 960 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലെങ്ത് ഓഫ് ബാരൽ ഓഫ് 5.56 mm ഇൻസാസ് റൈഫിൾ ഈസ്? Answer: 464 mm. Third question: weight of full magazine of 5.56 mm
ഇൻസാസ് റൈഫിൾ ഈസ്? ആൻസർ 90 gram. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ 8, 9, 10 ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ 1999 വാറും 1971 വാറും, ഈ 2 വാറുകൾ ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1971 വാറിന്റെ 15th ജൂബിലി ആണ് ഈ വർഷം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കുറച്ച് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ NCC റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.